ഇത് ഗോൾഡിൻ്റെ ഒരു ഡെയിലി ചാർട്ടാണ്. ഇവിടെ ഞാൻ മാർക്ക് ചെയ്ത് വെച്ച പോലെ ഇവിടെ നമുക്ക് ഡെയിലിയിൽ ഒരു സ്വീപ്പ് തന്നിട്ടുണ്ട് മാർക്കറ്റ്. അതിനുശേഷം ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, ഓക്കെ, ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കൂടെ ഒരു ഓർഡർ ബ്ലോക്കും. പിന്നെ നമ്മൾ മുകളിൽ നോക്കിയാൽ ഇവിടെ നമുക്കൊരു ലിക്വിഡിറ്റി ഉണ്ട്. അതിന് മുകളിലായിട്ട് ഒരു ഫെയർ വാല്യൂ ക്യാപ്പും വരുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ 4 അവർ നോക്കാം. 4 അവർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു 4 അവർ FEG വരുന്നുണ്ട്. ഓക്കെ, ഈ 4 അവർ FEGൻ്റെ അകത്ത് തന്നെയാണ് ഈ ഓർഡർ ബ്ലോക്കും വരുന്നത്. ഇനി നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മാർക്കറ്റ് നമുക്കൊരു സ്വീപ്പ് തന്നു ഇന്ന് മോർണിംഗിൽ. ഓക്കെ, 4 അവറിൽ ഒരു സ്വീപ്പ് തന്നിട്ട് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടെ നോക്കിയാൽ നമുക്ക് 4 അവറിൽ തന്നെ ഒരു ചെറിയൊരു FEG കൂടെ ഉണ്ട്. ഇതിൻ്റെ 1 അവർ നോക്കാം. ഓക്കെ, 1 അവറിലും ആ FEG ഉണ്ട്. അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമുക്ക് ഇവിടെ ഒരു ഇൻഡ്യൂസ്മെൻ്റ് അല്ലെങ്കിൽ എൻജിനീയർഡ് ലിക്വിഡിറ്റി കാണാം. അപ്പോൾ ഞാനിപ്പോൾ നോക്കുന്നത് മാർക്കറ്റ് ഇവിടെ നിന്നും ഈ FEGയിൽ വന്നിട്ട് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വരികയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വരികയാണെന്നുണ്ടെങ്കിൽ ഇത് അടുത്ത ടാർഗറ്റ് നമ്മുടെ ഈ 4 അവർ FEG. ഈ 4 അവർ FEGയിൽ വന്നിട്ട് ഈ OB മിറ്റിഗേറ്റ് ചെയ്തിട്ട് അടുത്തതായിട്ട് ഈ ലിക്വിഡിറ്റി, ഈ ഡെയിലി എക്സ്റ്റേണൽ ലിക്വിഡിറ്റി എടുക്കാനാണ് ചാൻസ്. അപ്പോൾ ഞാൻ ഇവിടെ മാർക്കറ്റ് അത് പറഞ്ഞ ഒരു FEGയിൽ വന്നിട്ട് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വരികയാണെങ്കിൽ ഞാൻ ഇവിടെ ഒരു ഷോർട്ട് പൊസിഷൻ എടുക്കും. ഓക്കെ, അതിന് മുന്നായിട്ട് ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നൊരു ബൈ പൊസിഷൻ. ഓക്കെ, ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാം ഇവിടെ ഒരു എൻജിനീയർഡ് ലിക്വിഡിറ്റി ഉണ്ട്. ഓക്കെ ഓക്കെ ഇതാണ് എൻ്റെ ഗോൾഡിൽ ഞാൻ നോക്കുന്ന എൻട്രീസ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ മാർക്കറ്റ് FEGയിൽ വന്ന് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് ഈ ലെവലിൽ നിന്ന് തന്നെ ഒരു ഷോർട്ട് പൊസിഷൻ നോക്കാം. കറണ്ട് പ്രൈസിൽ എൻട്രി എടുത്തിട്ട് SL FEGക്ക് മുകളിൽ ടാർഗറ്റ് സിംഗിളോ. ഓക്കെ.